ഈസ്റ്റേൺ റിപ്പോർട്ടർ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന വഴി ബിജെപി ലക്ഷ്യമിടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം. ഉത്തർപ്രദേശ്, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. യു.പി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് മീററ്റ് എം.പി. അരുൺ ഗോവിൽ മന്ത്രിസഭയിലെത്തുന്നത്. യു.പിയിലെ ശക്തനായ പങ്കജ് ചൌധരിയെ തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് മാറ്റുന്നതും ഇതിന്റെ സൂചനയാണ്. പഞ്ചാബിൽ ബിജെപിക്ക് കരുത്തു പകരാൻ RSS പശ്ചാത്തലമുള്ള ശക്തനായ നേതാവ് തരുൺ ചുഗ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്ന് കൂറുമാറി വന്ന സഞ്ജയ് ദിന പാട്ടീലിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട്. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, നിയമസഭയിലേക്ക് ബിജെപി ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്? റോഷ്നി, പ്രധാനമായും അടുത്ത വർഷം രണ്ട് സംസ്ഥാനങ്ങൾ, അതായത് പഞ്ചാബും ഉത്തർപ്രദേശും പ്രധാനപ്പെട്ട ജനപ്രതിനിധി സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്താണെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയാക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ധർമ്മേന്ദ്ര പ്രധാനും ഒപ്പം ഹർദീപ് സിംഗ് പുരി മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോകും എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം കൂടുതൽ ആളുകൾ മന്ത്രിസഭയിൽ എത്തുകയും കൂടുതൽ ആളുകൾ പുറത്താവുകയും ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് പ്രത്യേകിച്ച് മീററ്റ് എം.പി. ആയിട്ടുള്ള അരുൺ ഗോവിൽ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കത്തിന്റെ ഭാഗമായാണ്. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ നിലവിൽ ഉള്ള പങ്കജ് ചൌധരിയെ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് മാറ്റുകയും ചെയ്യും എന്ന് വ്യക്തമാവുന്നുണ്ട്. ഒപ്പം പഞ്ചാബിന് സമാനമായ നീക്കമുണ്ട്. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് രവനീത് ബിട്ടു മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നത്. പകരം പഞ്ചാബിലെ കരുത്തനായ RSS പശ്ചാത്തലമുള്ള നേതാവ് തരുൺ ചുഗ് മന്ത്രിസഭയിലേക്ക് എത്തുകയും ചെയ്യും. അത് പ്രതാപ് റാവു ജാദവിന് ആരോഗ്യ മന്ത്രാലയത്തിൽ സഹമന്ത്രിസ്ഥാനം നഷ്ടമാകും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. പക്ഷേ അദ്ദേഹത്തിന് ആയുഷ് മന്ത്രാലയത്തിൽ ചുമതല നൽകും എന്നുകൂടി വിവരം ഉണ്ട്. മുൻ മുഖ്യമന്ത്രി, അതായത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കമുള്ള ആളുകൾ മന്ത്രിസഭയിലേക്ക് എത്തും എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനമായും പഞ്ചാബ്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബിജെപി ഇതുവരെ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ ആം ആദ്മി പാർട്ടി പിളർത്തി വന്ന രാഘവ് ചദ്ദ, അതോടൊപ്പം തന്നെ അശോക് മിത്തൽ എന്നിവർ പഞ്ചാബിൽ നിന്നുള്ള എംപിമാരാണ്. അവരിൽ രണ്ടുപേരിൽ ഒരാൾ കൂടി മന്ത്രിസഭയിലേക്ക് എത്തും എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ കൂറുമാറി വന്നവരും നിലവിൽ ഉള്ളവരും ഒക്കെ ആളുകൾ ശക്തമായി തന്നെ മന്ത്രിസഭയിലേക്ക് എത്തിക്കുന്നത് വഴി ഈ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സ്വാധീനം, പഞ്ചാബിനും ഉത്തർപ്രദേശിനും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം കാക്കും എന്നുമാണ് ഇപ്പോൾ ബിജെപി വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന എന്താണെങ്കിലും നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.